ടെയിൽവിൻ CSSൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇപ്പം നമ്മൾ ഇതുവരെ 3 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 ക്ലാസ്സുകളും എല്ലാവരും കണ്ടു, നന്നായിട്ട് പഠിച്ചു മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും നമ്മൾ ടെയിൽവിൻ CSSൻ്റെ ഡീഫോൾട്ട് ക്ലാസ്സുകളും അതുപോലെ തന്നെ കസ്റ്റമായിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്ത് എടുക്കുന്ന ക്ലാസ്സുകളും ഒക്കെ എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണത് ബിൽഡ് ചെയ്യേണ്ടതെന്നും നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഫോണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതധികം വിശദീകരിക്കുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്, ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഡോക്യുമെൻറ്റേഷനുമൊക്കെ അത്യാവശ്യം വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതുമൊക്കെ ചെയ്ത് പിന്നെ നമുക്കൊരു പ്രൊജക്റ്റൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടി കുറച്ചുകൂടെ നോളജ് നമുക്ക് നേടിയെടുത്തുകൊണ്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത്യാവശ്യം മനസ്സിലായ സ്ഥിതിക്ക് ഫോണ്ടിൻ്റെ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കുറച്ച് വിശദീകരിക്കാതെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ VS കോഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. എന്നാലും മറക്കാതിരിക്കാനായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. package.jsonൽ നമ്മൾ റൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോഡ് ഷോർട്ടാക്കി വെച്ചിട്ടുണ്ട്. ബിൽഡ് എന്നാണ് ഷോർട്ട് കോഡിൻ്റെ പേര്. അത് നമ്മൾ ടെർമിനലിൽ വന്നുകൊണ്ട് എന്ത് ചെയ്യണം, ആദ്യം അത് റൺ ചെയ്യണം. npm റൺ ഇത് പേസ്റ്റ് ചെയ്തുകൊണ്ട് റൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അത് റണ്ണായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫോണ്ടിൻ്റെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടെയിൽവിൻ config.jsൽ കസ്റ്റമായിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് അതിലെ തീമിനുള്ളിൽ എഴുതുന്നതും അതുപോലെ തന്നെ എക്സ്റ്റൻറ്റിനുള്ളിൽ എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് ചെയ്ത് കാണിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഫോണ്ട് സൈസിൻ്റെ കേസ് തന്നെ എടുക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഫോണ്ട് സൈസ് ഞാനൊന്ന് ഇൻക്രീസ് ആക്കുകയാണ്. ടെക്സ്റ്റ് ഹൈഫൺ എന്നിടുമ്പോൾ തന്നെ ഫോണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീഫോൾട്ടായിട്ടുള്ള ടെയിൽവിൻ്റെ ക്ലാസ്സുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൈസ് കൂടുതൽ എടുക്കുകയാണ്. ടെക്സ്റ്റ് 3XL എടുക്കുകയാണ്. സേവ് ചെയ്തു, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്ത് നമ്മളിവിടെ ഒന്ന് നോക്കുമ്പോൾ 3XLലേക്ക് സൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ടെക്സ്റ്റ് ഹൈഫൺ എന്ന് കൊടുക്കുമ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിനർത്ഥം നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ടെക്സ്റ്റ് സൈസ് തന്നെ ഒന്ന് കോൺഫിഗർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അത് നേരത്തെ ചെയ്ത പോലെ എക്സ്റ്റൻറ്റിൻ്റെ ഉള്ളിലല്ല, മറിച്ച് തീമിൽ എഴുതുമ്പം എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് സൈസ് കോൺഫിഗർ ചെയ്യുന്ന നിങ്ങൾക്കറിയാം. എന്താണ്, ഫോണ്ട് സൈസ് എന്ന് ക്യാമൽ കേസിൽ കൊടുത്ത് കോളനിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരു വാല്യൂ ഇവിടെ ഉണ്ട്, നെക്സ്റ്റ് വാല്യൂ ഇവിടെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് ശേഷം ഒരു കോമ ഇടുക. അപ്പോൾ എറങ്ങ് പോയി. അപ്പോൾ ഫോണ്ട് സൈസിനകത്ത് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കാനായിട്ട് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫോണ്ട് ഞാൻ ജസ്റ്റ് ബിഗ് എന്നും പറഞ്ഞൊന്ന് കൊടുക്കുകയാണ്. ബിഗ് കോളൻ ഇട്ടുകൊണ്ട് ഞാനൊരു 100 പിക്സൽ കൊടുത്തു. അപ്പോൾ ഇനി ഇതിപ്പോൾ വിളിക്കണമല്ലോ ബിഗ് അല്ലേ. ഇവിടെ വന്ന് ടെക്സ്റ്റ് ഹൈഫൺ ഇട്ട് കഴിഞ്ഞാൽ ബിഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ടെയിൽവിൻ CSSൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള മറ്റ് ക്ലാസ്സുകളൊന്നും അവിടെ ഇല്ല, എല്ലാം അവിടെ നിന്ന് മാഞ്ഞുപോയി. കാരണം ഇവിടെ നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ടെയിൽവിൻ config.jsൻ്റെ തീം പോർഷനിൽ എഴുതി കഴിഞ്ഞാൽ എന്താണോ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഓവർ റൈറ്റ് ആവും. പിന്നീട് നമുക്ക് ആ ഡീഫോൾട്ട് ക്ലാസ്സുകൾ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ബിഗ് എന്ന് കൊടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഫോണ്ട് സൈസിൻ്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരേ ഒരു ക്ലാസ്സേ ഉള്ളൂ. എന്താണ്, ആ ടെക്സ്റ്റ് ബിഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എക്സ്റ്റൻറ്റിലാണ് എഴുതുന്നതെങ്കിൽ, എക്സ്റ്റൻറ്റിനുള്ളിലാണ് നമ്മളിത് കൊണ്ട് എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിലവിലുള്ള ടെയിൽവിൻ CSSൻ്റെ ഡീഫോൾട്ട് ക്ലാസ്സുകൾ അവിടെ തന്നെ ഉണ്ടാകും. ആ പേര് പോലെ തന്നെ, എക്സ്റ്റൻറ്റ് എന്ന് പറയുന്ന പേര് പോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഡീഫോൾട്ടിൻ്റെ കൂടെ പ്ലസ് എന്നുള്ള രീതിയിൽ കുറച്ച് അധികം ക്ലാസ്സുകൾ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എവിടെ എഴുതി കഴിഞ്ഞാൽ, ഈ എക്സ്റ്റൻറ്റിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ, കോൺഫിഗർ ചെയ്തെടുത്താൽ. അപ്പോൾ ഇവിടെ തീമിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ നിലവിലുള്ള ഡീഫോൾട്ട് ക്ലാസ്സുകളെല്ലാം അത് പോയിട്ട് ഓവർ റൈറ്റ് ആയിട്ട് നമ്മൾ ഇനി കൊടുക്കുന്ന ക്ലാസ്സുകളായിരിക്കും വരുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെയിൽവിൻ CSSന് ഡീഫോൾട്ടായിട്ടുള്ള
അളവുകളുണ്ട്. എന്താണ് ടെക്സ്റ്റ് എക്സസിൽ എന്താണ് ഫോണ്ട് സൈസ് 0.7 റം ആണ്. അപ്പോൾ നമ്മുടെ കസ്റ്റം ഡിസൈൻ അനുസരിച്ച് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 0.7 റം അല്ല, മറിച്ച് അതൊരു 2 റം ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ പേര് തന്നെ എക്സസ് എന്ന് പറയുന്ന പേര് തന്നെ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ എക്സസ് എന്ന് കൊടുക്കുകയാണ്, ഞാനതൊരു 20 പിക്സലിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൊടുക്കുന്ന എക്സസ് ക്ലാസ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സസ് കൊടുക്കുമ്പോൾ അതിൻ്റെ അളവുകളെന്ന് പറയുന്നത് 20 പിക്സലായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ അവിടെ ലിസ്റ്റ് ചെയ്ത് വരത്തില്ല, ടെക്സ്റ്റ് എക്സസ് മാത്രമേ വരത്തുള്ളൂ. കാരണം നമ്മളിവിടെ ഓവർ റൈറ്റായി, കംപ്ലീറ്റ് ഡിഫോൾട്ട് ക്ലാസ്സുകളും എന്താണ് ഇവിടെ ഓവർ റൈറ്റായി. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളും കൂടി നമ്മൾ എഴുതി കൊടുക്കണം. എന്താണ് SM, ബേസ്, LG ഇതൊക്കെ എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ പിന്നീട് അവിടത്തേക്ക് ലിസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എക്സ്റ്റൻറ്റും തീമിൻ്റെ ഉള്ളിൽ എഴുതുന്നത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. തീമിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ നിലവിലുള്ള ഡീഫോൾട്ട് ക്ലാസ്സുകളെല്ലാം എന്താണ് ഓവർ റൈറ്റ് ആവും, പിന്നീട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മളത് തിരിച്ച് രണ്ടാമത് എഴുതി കൊടുത്ത് നമ്മുടെ കസ്റ്റമായിട്ടുള്ള അളവിലേക്കൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എക്സ്റ്റൻഡിലാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഡീഫോൾട്ട് ക്ലാസ്സുകൾ അതുപോലെ തന്നെ നിൽക്കും. അതിൻ്റെ കൂടെ തന്നെ അധികമായിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമായിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. കാരണം നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കസ്റ്റം പ്രൊജക്റ്റിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഫോണ്ട് സൈസുകളൊക്കെ അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഫോണ്ട് വെയ്റ്റുകൾ ഒന്ന് നോക്കാം. ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 100 മുതലുള്ള 900 വരെയുള്ള വെയ്റ്റുകളൊക്കെ തന്നെയാണ്. അത് പേരുകളും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. തിന്ന്, എക്സ്ട്രാ ലൈറ്റ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നെയിമുകളൊക്കെ തന്നെയാണ് അതിനുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് അതിന് മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് ഫോണ്ട് ബ്ലാക്ക് എടുക്കുക, ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നു, വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫോണ്ട് 900 വെയ്റ്റിലേക്ക് അത് വന്നിട്ടുണ്ട്. ഏതൊരു ക്ലാസ്സിനെയും പോലെ നമുക്കിതും എന്ത് ചെയ്യാം, കോൺഫിഗർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ വരിക, എക്സ്റ്റൻറ്റിൻ്റെ അകത്ത് വന്നുകൊണ്ട് ഫോണ്ട് വെയ്റ്റ് എന്ന് ക്യാമൽ കേസിൽ കൊടുത്ത് :ഇട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു നെയിം കൊടുക്കുക. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുക, ബിഗ് എന്ന് തന്നെ കൊടുക്കുകയാണ്. ബിഗ് കൊടുത്ത് :ഇട്ട് 900 വെയ്റ്റിലേക്ക് നമ്മളതിനെ കൊണ്ടുവന്നു. ഇവിടെ ഈ ബിഗ് കോപ്പി ചെയ്തെടുക്കുക. ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഫോണ്ട് വെയ്റ്റും എന്താണ് ഫോണ്ട് ഹൈഫൺ എന്നാണ് അതിൻ്റെ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ബിഗ് വന്നിട്ടുണ്ട്, ഫോണ്ട് ബിഗ്, അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഏതൊരു ക്ലാസ്സിനെയും പോലെ നോർമലായിട്ട് നമുക്ക് 2 രീതിയിലും 3 രീതിയിലും പിന്നെ മറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് അതിനകത്ത് വേണമെങ്കിലും ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ലെറ്റർ സ്പേസിങ് നോക്കാം. അപ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റേഷനിൽ അതിൻ്റെ ഡീഫോൾട്ടുകളായിട്ടുള്ള ക്ലാസ്സുകൾ പലത് കൊടുത്തിട്ടുണ്ട്. ട്രാക്കിംഗ് ഹൈഫൺ എന്നാണ് ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇതെല്ലാ ക്ലാസ്സുകളെയും പോലെ ഇതും നമുക്ക് എന്ത് ചെയ്യാം, 3 രീതിയിൽ യൂസ് ചെയ്യാം. കോൺഫിഗർ ചെയ്തും ഡയറക്റ്റായിട്ട് ഡീഫോൾട്ട് ക്ലാസ്സുകൾ വിളിച്ചു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ ട്രാക്കിംഗ് വൈഡർ എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ കൊടുക്കുക. ഇവിടെ നമുക്ക് ഫോണ്ട് സൈസ് തീരെ ചെറുതാണ്, അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഫോണ്ട് സൈസ് വിളിക്കുന്നത് ടെക്സ്റ്റ് ഹൈഫൺ എന്നാണ്. 4XL കൊടുക്കാവേ. 4XL കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 4XL സൈസിലേക്കും വന്നു. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത ട്രാക്കിംഗ് വൈഡർ എന്ന് പറയുന്ന ഡീഫോൾട്ടായിട്ടുള്ള ക്ലാസ്, അതായത് 0.05 EM യൂണിറ്റിൽ വരുന്ന അളവുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമുക്ക് കോൺഫിഗർ ചെയ്തും യൂസ് ചെയ്യാം, അല്ലാതെ തന്നെ ഡീഫോൾട്ടായിട്ടുള്ള ക്ലാസ്സുകൾ വിളിക്കാം. പിന്നെ നമുക്കറിയാം സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റുകളും പറയാം. ഇപ്പോൾ 2.5 റം എന്ന് ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ 20 പിക്സൽ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. നൈസായിട്ട് നല്ല രീതിയിൽ വൃത്തികേടായിട്ടുണ്ട്. ജസ്റ്റ് അതൊരു 10 പിക്സലിലേക്ക് ഞാൻ കൊടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഇനി ഇതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് കുറച്ചുകൂടെ ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നല്ല അകന്ന് നിൽക്കുകയാണ് ഓരോ ലെറ്ററും അല്ലേ, നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോർമലിലേക്ക് നമുക്കിതിനെ കൊടുക്കാം. ഡീഫോൾട്ട് ക്ലാസ് നോർമൽ, അതായത് 0 വാല്യൂ ആണ് ഉള്ളത്. ഇനി കുറച്ചുകൂടെ നമുക്ക് ബാക്കിലേക്ക് അടുപ്പിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റമായിട്ട് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു 5 പിക്സൽ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഏത് യൂണിറ്റിൽ വേണമെങ്കിലും കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഹൈഫൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ക്ലാസ്സിന് മുമ്പായിട്ട് ഹൈഫൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
മൈനസ് വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. കണ്ടോ, ഫോണ്ട് ലെറ്റർ സ്പേസിങ് കുറച്ചുകൂടെ നന്നായിട്ട് ടൈറ്റായി. അപ്പോൾ ഇവിടെ ക്ലാസ്സിന് മുമ്പായിട്ട് ഒരു ഹൈഫൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വാല്യൂവിൻ്റെയും മൈനസ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ കാര്യം മിക്ക ക്ലാസ്സുകൾക്കും ബാധകമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ടെയിൽവിൻ CSSൽ മൈനസ് വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു വാല്യൂവിൻ്റെ മൈനസ് വാല്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നല്ല മൈനസ് ഇടുന്നത്, പകരം ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടാണ് നമ്മൾ മൈനസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ടെയിൽവിൻ CSSൻ്റെ ലെറ്റർ സ്പേസിങ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഏത് ക്ലാസ്സിനെയും പോലെ 3 രീതിയിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ടെയിൽവിൻ CSSൻ്റെ ലൈൻ ക്ലാമ്പ് എന്ന് പറയുന്ന യൂട്ടിലിറ്റി ക്ലാസ്സാണ്. അപ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ലൈൻ ക്ലാമ്പിനും ഒരു 6 യൂട്ടിലിറ്റി ക്ലാസ്സും അതുപോലെ തന്നെ അഡീഷണലായിട്ട് ലൈൻ ക്ലാമ്പ് നൺ എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസ് എങ്ങനെയാണ് നോക്കാനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ബ്രൗസറിൽ 2 ലൈൻ ടെക്സ്റ്റേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടെ ലൈൻ ഓഫ് ടെക്സ്റ്റ് വേണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ വന്നിട്ട് VS കോഡിൽ വന്ന് നിങ്ങൾക്കറിയാം ലോറം എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കൗണ്ട് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ VS കോഡ് നമുക്ക് ഡമ്മി കണ്ടൻറ്റ് കുറച്ച് ബിൽഡ് ചെയ്ത് തരും. ഇപ്പോൾ ഇവിടെ ബ്രൗസറിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 5 ലൈനുണ്ട്. 1 2 3 4 5 ലൈൻ ഓഫ് ടെക്സ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ യൂസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ലൈൻ ക്ലാമ്പ് 3 എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി ക്ലാസ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ബ്രൗസറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 5 ലൈനുള്ള ടെക്സ്റ്റ് നേരെ 3 ലൈനിലേക്ക് നമ്മളിവിടെ കൊടുത്ത കൗണ്ട് എന്ന് പറയുന്ന ലൈൻ ക്ലാമ്പ് 3 ആണ്. ആ 3 ലൈനിലേക്ക് അത് വന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഒരു 3 ഡോട്ടും വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ എത്ര റെസ്പോൺസീവ് ആക്കിയാലും നിങ്ങൾക്ക് കാണാം, എത്ര റെസ്പോൺസീവ് ആക്കിയാലും ആ 3 ലൈനിലേക്ക് അത് ചുരുങ്ങുകയും അതിൻ്റെ എൻഡ് പോർഷനിൽ ആ 3 ഡോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇനി ഒരു കാര്യം, ഒരു അഡീഷണലായിട്ടൊരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, ഇതിൻ്റെ HOVRൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഹോവറിൽ വരുമ്പോൾ ഇത് ഫുൾ ടെക്സ്റ്റ് കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് ഹോവർ എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഒരു പ്രോപ്പർട്ടി ഇവിടെ പരിചയപ്പെടാം. അതായത് നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഹോവറിൽ വരുമ്പോൾ നമുക്ക് ഏതൊരു ടെക്സ്റ്റിൻ്റെയും HOVRൽ വരുമ്പോൾ കളർ മാറുകയോ അണ്ടർലൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് ഹോവർ എന്ന് കൊടുത്ത് കോളൻ കൊടുത്ത്, ഇപ്പോൾ ഇവിടെ ലൈൻ ക്ലാമ്പ് 3 അല്ലേ, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ക്ലാസ്സിൽ ഡോക്യുമെൻറ്റേഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ലൈൻ ക്ലാമ്പ് നൺ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് ടെക്സ്റ്റ് കാണാനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഹോവർ ഇട്ട് കോളൻ കൊടുത്തതിന് ശേഷം ആ ക്ലാസ് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് നെക്സ്റ്റ് ബ്രൗസറിൽ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാം. ഞാൻ ഹോവർ ചെയ്യാൻ പോവാണ്. ഹോവർ ചെയ്യുന്ന സമയത്ത് ആ ഫുള്ള് ടെക്സ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ലൈൻ ക്ലാമ്പ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ HOVRും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കേസിലും യൂസ് ചെയ്യാം. ഹോവർ കേസിൽ വരുമ്പോൾ ടെക്സ്റ്റിൻ്റെ കേസിലോ കളറിൻ്റെ കേസിലോ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ HOVR ഇട്ടിട്ട് എന്ത് ചെയ്യുക, കോളൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂ കൊടുക്കുക. ഇവിടെ കൊടുക്കുമ്പോൾ HOVRൽ വരുമ്പോൾ ചേഞ്ച് ആവും. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മളിവിടെ ലൈൻ ക്ലാമ്പ് 3 ആയിരുന്നു. HOVR ചെയ്യുമ്പോൾ ആ ലൈൻ ക്ലാമ്പ് വേണ്ട, അതായത് ഫുള്ളായിട്ട് ആ ടെക്സ്റ്റ് കാണണം. അതാണ് നമ്മളിവിടെ കൊടുത്തത്. കണ്ടോ, ഇതാണ് ലൈൻ ക്ലാമ്പും എന്ന് പറയുന്ന ടെയിൽവിൻ CSSൻ്റെ യൂട്ടിലിറ്റി ക്ലാസ്. നമ്മളിപ്പോൾ ഇന്ന് 1-2 കാര്യങ്ങൾ നോക്കി. ഫോണ്ട് വെയ്റ്റ്, അതുപോലെ തന്നെ ലൈൻ ക്ലാമ്പ്, പിന്നെ ലെറ്റർ സ്പേസിങ്, അതിൻ്റെ കൂട്ടത്തിൽ 1-2 അഡീഷണൽ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. തീമിൽ എഴുതുന്നത് കോൺഫിഗർ ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താ പറയുക എക്സ്റ്റൻഡിനകത്ത് കോൺഫിഗർ ചെയ്യുന്നതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ HOVR ചെയ്യുന്ന കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടിയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഇതുവരെയുള്ള 3 ക്ലാസ്സുകളും ഒപ്പം തന്നെ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്രയും ക്ലാസ്സുകൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിർത്തുന്നു. ബൈ.